ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ആദർശ നയനയും കൂടെ കാറിൽ വന്നിറങ്ങുന്ന കണ്ടു കഴിഞ്ഞപ്പോ ഹനിയുടെ കിളി പോയി. ദൈവമേ, തന്നെ ഇവിടെ എങ്ങാനും വെച്ച് പിടികൂടിയിട്ടുണ്ടെങ്കിൽ പെട്ടുപോയ തന്നെ. ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനായിരുന്നു എനിക്ക്. പിന്നീട് ആദർശ നയനയും കൂടെ അങ്ങോട്ട് ചെന്നിട്ട് സക്കരയോട് ചോദിച്ചു, അല്ല നന്ദു ഇല്ലേന്ന് ചോദിച്ചു. ഉണ്ട്, അകത്തുണ്ട് മാണെന്ന് പറഞ്ഞു. പിന്നീട് അവരങ്ങോട്ട് കയറിപ്പോ. ആ സമയത്ത് അനിയാണെങ്കിലോ പോലീസ് ജീപ്പിനും മറിഞ്ഞു നിൽക്കുവാണ്. തലനാഴിഴക്കാണ് താൻ രക്ഷപ്പെട്ടെ. തന്റെ ബൈക്ക് കുറച്ചിങ്ങോട്ട് മാറിയതായതുകൊണ്ട് മാറ്റി വെച്ചിരുന്നോണ്ട് ആരും ശ്രദ്ധിച്ചില്ല അവര്. അല്ലായിരുന്നു ഉറപ്പായിട്ട് കണ്ടാനും ആ പോലീസ് ജീപ്പിനെ ഇപ്പറായിട്ട് മറിഞ്ഞ ബൈക്കിരുന്നേ. അല്ലെങ്കിൽ തന്നെ ഉറപ്പായിട്ട് പിടികൂടിയെന്നുള്ള കാര്യം ഉറപ്പായി. ദൈവമേ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതേസമയം നന്ദു ആകെപ്പാടെ ടെൻഷനിലായിരുന്നു അനിയുടെ കാര്യം ഓർത്തിട്ട്. എപ്പോൾ വേണേലും അവൻ ഇങ്ങോട്ടേക്ക് കയറി വരാം, അല്ലെങ്കിൽ താൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ നന്ദുവിൻ്റെ ദേഷ്യവും സങ്കടവും എല്ലാം ഒരുമിച്ചുണ്ടായി. തന്നെ കുറെ ഇട്ട് ചുറ്റിച്ചല്ലേ ഇന്നലെ അവന്. താൻ വിളിച്ചിട്ട് കോള് പോലും എടുത്തില്ല. അപ്പം പിന്നെ അവനിട്ടൊരു പണി കൊടുക്കണ്ടാവല്ലോ എന്നൊരു ചിന്തയായിരുന്നു നന്ദുവിൻ്റെ മനസ്സിൽ. അപ്പോഴാണ് ആദർശും നയനയും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദി ചോദിച്ചു, നയനേച്ചു വാ ഇരിക്കാനൊക്കെ പറയാണ്. അല്ല എന്ത് പറ്റി രണ്ടുപേരും കൂടെ ഒരുമിച്ചെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നയന പറഞ്ഞു, അതെ പിറന്നാളിലായിട്ട് നിന്നെ ഒന്നും വന്ന് കാണാൻ പറ്റിയില്ല, വീട്ടിലേക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ആദർശനെ കൂട്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. ഇന്ന് ആദർശന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. എന്താണെങ്കിലും എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ, ഞാൻ അങ്ങോട്ടേക്ക് വരില്ലായിരുന്നോ. നയനേച്ചി പറ്റണില്ലാന്നുണ്ട് ആദർശനം കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമില്ലായിരുന്നു പറഞ്ഞു. നയന പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയത്ത് ആദർശ് പറഞ്ഞു, എല്ലാ തവണയും നിന്റെ പിറന്നാൾ അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്നതെന്നൊക്കെ നയന പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് പറയാനാ, സാഹചര്യം ഇതായി പോയെന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അതിനകത്തൊരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ഈ തവണ പിറന്നാൾ ആഘോഷിക്കേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛനും അമ്മയും ഞങ്ങളൊക്കെ. അതെ, നമുക്കിനി ആഘോഷിക്കാൻ സമയമുണ്ടല്ലോ. ആദർശേണ്ട നയനേച്ചി എത്രയും പെട്ടെന്ന് അനന്തപുരിയിലേക്ക് തിരികെ പോകണം. അതിന് ശേഷം നമുക്ക് ആഘോഷങ്ങളൊക്കെ നടത്താമെന്ന് പറഞ്ഞു. പിന്നീട് ആദർശയോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. എങ്ങനെയായി, അവരെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോ, ആരാണ് ഇതിന്റെ പിന്നിലെന്നുള്ള? അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ മാളവിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് ഏൻ ജ്വല്ലറിയിലേക്ക്. അപ്പം അവൾ അവിടെ ചെന്ന് പണി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചൊരു ആശ്വാസമുണ്ട്. അത് മാത്രമല്ല, ഇതിന്റെ പിന്നിൽ ശക്തനായ മറ്റൊരാളുണ്ട്. ഈ പറയുന്ന ഡേവിഡ് വെറും ബിനാമി മാത്രമാണ്. അയാളെ വെച്ചോണ്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് അയാൾ ആരാ എന്താന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം ഡേവിഡ് ഒരു 8-10 തവണയെങ്കിലും അയാളെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എളുപ്പമല്ലേ ആ നമ്പർ കണ്ടെത്താനായിട്ട്. ഇതുവരെയായിട്ടും അതിന് പറ്റിയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് കിരൺ എന്നെ കുറെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ നമ്പറൊന്നും ഹാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അവരും നല്ല ബുദ്ധിമാന്മാരാ, അവരും നല്ല അറിഞ്ഞു തന്നെ കളിക്കണേന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, ആദർശേട്ടൻ വിഷമിക്കണ്ട. പല നാൾക്കുള്ള ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അതേ കാലമൊന്നും ഇതിന്റെ പിന്നിൽ ആരുണ്ടെങ്കിലും അവർക്കും അറിഞ്ഞിരിക്കാൻ പറ്റില്ല. വെളിച്ചത്ത് വരിക തന്നെ ചെയ്യൂന്ന് പറഞ്ഞു. കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്ന് നന്ദുവിൻ്റെ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ആദർശം നയനയും കൂടെ പോകുന്നത്. ഈ സമയം നന്ദു മനസ്സിലോർത്തു, അനി ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നോ, അതോ ഇനി അവൻ പോയോന്നും അറിയത്തില്ലല്ലോ. ആ ഒരു ടെൻഷൻ നന്ദുവിന് മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് നന്ദു അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അനിയെ കണ്ടില്ല. അനി അവിടെ പതുങ്ങി നിൽക്കുമായിരുന്നു. കാരണം ആദർശം നയനയും പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അനി എന്ത് ചെയ്തു, നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ചെല്ലുവാണ്. നന്ദു ഒരു നിമിഷം ഒന്ന് പതറിപ്പോയി അനിയെ കണ്ടു കഴിഞ്ഞപ്പം. പെട്ടെന്ന് അനി പറഞ്ഞു, അതെ എനിക്കറിയായിരുന്നു നിനക്ക് എപ്പോഴാളും പുറത്തിറങ്ങി വരാതിരിക്കാൻ പറ്റില്ലെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാത്തു നിന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദു വെച്ച്, നീ എന്തിനാ ഇവിടെ നിന്നേ, പോയിക്കോളാൻ വരായിരുന്നോ, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് നിന്നെ കാണണ്ടെന്നൊക്കെ സൈഡ് പറഞ്ഞു വിട്ടാലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനി പറഞ്ഞത്, ഞാൻ നിന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണാതെ പോകാൻ പറ്റില്ല, എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നീ ഒന്ന് കേൾക്കണം, അതിനുള്ള മനസ്ഥിതിയെങ്കിലും നീ കാണിക്കണം എന്ന് പറഞ്ഞു. ഒടുവിൽ നന്ദു വെച്ച്, നിനക്ക് എന്താ പറയാനുള്ളേ? അപ്പോഴേക്കും അനി പറഞ്ഞു, ഇവിടെ നിന്ന് പറയണോ, നിന്റെ ക്യാബിലേക്ക് ഞാൻ വരട്ടേന്ന് ചോദിച്ചു. ഒടുവിൽ നന്ദു സമ്മതിക്കുകയാണ്. അങ്ങനെ ക്യാബിനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനുമാണ് അനി കാര്യങ്ങൾ പറയുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞെന്ന് കരുതി നിനക്ക് വേണ്ടിയും ഗിഫ്റ്റൊക്കെ വാങ്ങി വെച്ചോണ്ടിരുന്ന, പക്ഷെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ഇന്നലെ ഞാൻ പോരാനായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനുമാണ് അമ്മ എന്നെ പിടികൂടുന്നത്. പിന്നെ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകേണ്ട വന്നു. എനിക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു നിവൃത്തിയില്ലായിരുന്നു. അച്ഛനും അമ്മയായിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താ നീ വിളിച്ചോണ്ടിരുന്നത്. എനിക്ക് കോളും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇന്നലെ വന്നേനെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദുവിന് ആകെപ്പാടെ വിഷമായി. നന്ദു പറഞ്ഞു, അതൊന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല, ഞാൻ ഓർത്ത് നീ എന്നോട് പ്രതികാരം ചെയ്തായിരിക്കുന്നു. എനിക്ക് അങ്ങനെ പ്രതികാരം ചെയ്യാൻ പറ്റുമോ, അത് നിന്നോട്.
അല്ല, നീ വല്ല ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ചല്ലോ. എന്നിട്ട് അപ്പോഴേക്കും നന്ദ് കയ്യെ കിടക്കുന്ന മോതിരം കാണിച്ചു കൊടുക്കുകയാണ്. ഇതേ നവീനേട്ടൻ വാങ്ങി തന്നെന്ന് പറഞ്ഞു. നവീനോ? അതെ, നവീനേട്ടൻ ഗിഫ്റ്റ് തന്ന മോതിരം ഇത്. ഉം. അത് കേട്ട് ഇനിയിപ്പോൾ അനി ഒന്ന് നോക്കണം. അനി പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് വേണം? നവീൻ മോതിരമൊക്കെ തന്നില്ലേന്ന് ചോദിച്ചു. നവീനേട്ടൻ ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക്. നവീനേട്ടൻ ബർത്ത്ഡേക്ക് ഇത്ര വിലപിടിപ്പുള്ള സമ്മാനം തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനു പറഞ്ഞു, ഓ അപ്പം നമ്മുടെ തരുന്ന ഗിഫ്റ്റ് ഒന്നൊരു വില ഉണ്ടാകത്തില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചു. നന്ദു പറഞ്ഞു, എന്താ അനി എന്താ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചു. അനി പറഞ്ഞു, ഞാനും വിലപിടിപ്പുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിയതാ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നിനക്ക് കൊണ്ടുതരാനായിട്ടിരുന്ന, പക്ഷെ ആ സമയത്ത് അമ്മ വന്നുകൊണ്ട് അതെനിക്ക് തരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അതെന്താളും നന്നായി, അല്ലെങ്കിലും എനിക്ക് അങ്ങനെ വില പിടിച്ചുള്ള ഗിഫ്റ്റ് ഒന്നും വേണ്ട, ഒരിക്കലും ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല, നിനക്കറിയാലോ പണത്തോടും സ്വർണത്തോടൊന്നും എനിക്ക് അങ്ങനെ അത്യാർത്ഥ്യം ആഗ്രഹങ്ങളൊന്നും ഇല്ല, അതൊക്കെ വീട്ടിലുള്ളത് ഏറ്റവും കൂടുതലായിട്ടുള്ള നവ്യേച്ചിക്കാണ്, നയനേച്ചിക്ക് പോലും അങ്ങനെ അതിമോഹവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എനിക്കതുകൊണ്ട് അങ്ങനത്തെ സമ്മാനങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അനി പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തേലും സമ്മാനം ഞാൻ നിനക്ക് തരണ്ടേന്ന് ചോദിച്ചു. എന്ത് സമ്മാനം? എന്തേലും സമ്മാനം ഞാൻ തരണമല്ലോ എന്നും പറഞ്ഞിട്ട് അനി ഒരു പ്രസന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് നന്ദു പറഞ്ഞത്, അധിക സമയം ഇവിടെ നിന്ന് കറങ്ങണ്ട, ഞാൻ ഓർത്ത് നിന്നെ പിടികൂടുന്നേ. ആദർശേണ്ണൻ നയനേച്ചിയൊക്കെ പിടികൂടിയിട്ടുണ്ടായിരുന്നു, നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അനി പറഞ്ഞു, ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടെ, ഞാൻ ആ പോലീസ് ജീപ്പിന് മറിഞ്ഞു വന്നു, അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പിടി വീണേനം. കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് അനി പോകുന്നത്, നമുക്ക് പിന്നെ കാണാന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേ സമയത്ത് വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു അബി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഇനിയിപ്പം നവ്യെ നിർബന്ധിക്കുകയാണെങ്കിൽ കമ്പനിയിൽ പോയി ജോയിൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അതിനേക്കാളും പ്രശ്നമാണ്, ഈ വീട്ടിലുള്ളവർ ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ എല്ലാവരും വിളിച്ചു പറയുകയും ചെയ്യും. അതിനിപ്പോൾ എന്താ ഒരു മാർഗം എന്നൊരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സിൽ. എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി വരണം, ഒന്നെങ്കിൽ കമ്പനി കയറണം, പക്ഷെ കയറിയിട്ടുണ്ടെങ്കിൽ തനിക്ക് പണി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായി. തല പോവാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നീട് ജലജയോട് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ജലജ പറഞ്ഞു, എടാ അങ്ങനെ പേടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒരിടത്തും എത്താൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാം, നബി പറയുന്ന പോലെ തന്നെ അനുസരിക്കുക, എപ്പോഴാണ് നിനക്കൊരു ജോലിയൊക്കെ വേണമല്ലോ എന്ന് പറഞ്ഞു. അമ്മേ അതൊക്കെ എനിക്കറിയാം, പക്ഷേ എങ്കിൽ അമ്മയ്ക്കറിയാലോ, എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നവ്യ എങ്ങനെ എന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കമ്പനിയിലേക്ക് പോകേണ്ട വരത്തില്ല, എന്നെ അവൾ ബാക്കി വെക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എടാ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ ഓർക്കണമായിരുന്നു എന്നും പറഞ്ഞ് ജലജ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നരസിംഹ വക്കീല് മൂർത്തി മുത്തശ്ശനെ വിളിക്കുകയാണ്. മുത്തശ്ശനെ വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ്. പിന്നീട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, കമ്പനിയിലെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, സാരമില്ല അതൊക്കെ ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തകർച്ച ഉണ്ടാകുന്നത്, ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, നേരെയാവുന്ന തന്നെ പ്രതീക്ഷ എന്നൊക്കെ മുത്തശ്ശനും പറഞ്ഞു. പിന്നീട് നരസിംഹ വക്കീൽ പറഞ്ഞു, അതെ ഇപ്പം ഞാൻ തന്നെ വിളിച്ചൊരു കാര്യം പറയാൻ വേണ്ട. എന്താവിടെ കാര്യം എന്ന് ചോദിച്ചു. അതെ ഇന്ന് ഞാൻ അവന്തിയെ കണ്ടിട്ടുണ്ടായിരുന്നു, തൻ്റെ കൊച്ചുമോളെ കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അവളെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തേ, അല്ല അവളെ എൻ്റെ കൊച്ചുമോനെ തമ്മിൽ ഒന്നിപ്പിച്ചാലോ എന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞു മുത്തശ്ശൻ പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, നല്ലൊരു കാര്യമുള്ളോ, താൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാനും ഇപ്പം അതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് പറഞ്ഞു. അല്ല അവൾ കാണാൻ മേടിക്കുക, ആൾ സ്മാർട്ടാണ്, കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞങ്ങളുടെ നവീന് പറ്റിയൊരു ബന്ധമാണ്, അതുകൊണ്ട് പിന്നെ പോരാത്തിന് നമുക്ക് ബന്ധുക്കാരാകുകയും ചെയ്യാലോ, എന്താ തൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, എനിക്ക് 100% സമ്മതം തന്നെയാണ്, പക്ഷെ ഒരു കാര്യമുണ്ട്, അവരുടെ സമ്മതം കൂടെ മേടിക്കണമല്ലോ, നവീൻ്റെ അതുപോലെ തന്നെ അവന്തികയുടെ സമ്മതം മേടിക്കണമല്ലോ, അവർക്കൂടെ സമ്മതമാണെങ്കിലല്ലേ ഇതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നരസിംഹ വക്കീൽ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അടുത്ത ദിവസം പത്മത്തിനെയും കൂട്ടി ഞാൻ അങ്ങോട്ടേക്ക് വരാം, പത്മ ഇതിനു മുമ്പ് അവളെ കണ്ടിട്ടുണ്ടല്ലോ, പത്മത്തിനും അവളെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു. മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അതിനെക്കുറിച്ച് ഞാനൊന്ന് ആലോചിക്കട്ടെ, അവരോടൊക്കെ സംസാരിക്കണമല്ലോ എന്നൊക്കെ മുത്തശ്ശനും പറയാണ്. കുറേ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവന്തികയും ജലജയും കൂടെ സംസാരിച്ച് ഹാളിലേക്ക് ഇറങ്ങി വരുവാണ്. ആ സമയത്ത് മുത്തശ്ശൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് മുത്തശ്ശൻ അവന്തിയെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, മോളെ ഇനിയിപ്പം നിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ, ഇനി കല്യാണത്തിനൊക്കെ ഉള്ള സമയമായില്ലേ, എത്രയും പെട്ടെന്ന് നല്ലൊരു ബന്ധം കണ്ടെത്തി നടത്തണം, ഇനി അതിന് അമ്മാന്തിച്ചു കൂടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവന്തി പറഞ്ഞു, ഇപ്പോഴാണ് എനിക്കൊന്നും വേണ്ട അച്ഛാ, എന്താണ് കുറേയും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞേ, അത് പറ്റില്ല, ഇപ്പോഴാണ് നിനക്ക് പറ്റിയൊരു ബന്ധം വന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ജലജ ചോദിച്ചു, പറ്റിയ ബന്ധോ, അതാരാ അച്ഛാന്ന് ചോദിച്ചു. പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, നവീന്റെ മുത്തശ്ശൻ ഇങ്ങനെ ആലോചന കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ജലജയ്ക്ക് ഒന്ന് തുള്ളിച്ചാടാനാ തോന്നിയത്, കാരണം നവീനെ പോലെ പ്രഗത്ഭനായ ഒരു വക്കീലിനെ കിട്ടാന്ന് പറഞ്ഞാൽ അതും തൻ്റെ മോൾക്ക് ലോട്ടറി അടിച്ച പോലെയാണ്.
പക്ഷെ അവന്തികയുടെ മുഖമൊക്കെ അങ്ങോട്ട് മങ്ങി. കാരണം അവന്തിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അവന്തിക്ക് താല്പര്യം തൻ്റെ അച്ഛൻ കണ്ടെത്തുന്ന ബന്ധത്തിന് സംബന്ധിക്കുന്നതിന് വേണ്ടി. അത് മാത്രമല്ല, ഇപ്പൊ തനിക്ക് അങ്ങനെ ഒരു ബന്ധമൊന്നും വേണ്ടെന്നൊരു ചിന്താഗതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് പറയാൻ പറ്റില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ചോദ്യങ്ങളുണ്ടാവും. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അവന്തിക പെട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.